എല്ലാവർക്കും ശ്രീമാത്സിലേക്ക് സ്വാഗതം. വിവിധ മത്സര പരീക്ഷകളുടെ സമയമാണ്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവരെ സഹായിക്കാൻ വേണ്ടി പ്രീവിയസ് ചോദ്യങ്ങൾ കാണുന്ന മാത്തമാറ്റിക്സിൻ്റെ പ്രധാനപ്പെട്ട ഫോർമുലാസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. സെക്രട്ടേറിയറ്റ് OA, LGS, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് അങ്ങനെയുള്ള പരീക്ഷകളൊക്കെ LGSൻ്റെ പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു ഘട്ട പരീക്ഷയും കൂടുണ്ട്. ഇതിനൊക്കെ സഹായമാകുന്ന ടോപ്പിക്കുകളാണ് ഞാനിവിടെ എടുക്കുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഇവിടെ ഭിന്നസംഖ്യകളെ സംബന്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അറിവ് നോക്കാമല്ലോ. അംശങ്ങൾ തുല്യമായാൽ അംശം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ 8/5 എന്ന് എഴുതിയാൽ മുകളിലുള്ളത് അംശവും താഴെയുള്ളത് ഛേദവും. അതായത് അംശങ്ങൾ തുല്യമായാൽ ഇവിടെ 8/5, 8/10 ഈ അംശം രണ്ടും തുല്യമാണ്, 2 8ആണ്. അങ്ങനെയായാൽ രണ്ട് ഭിന്നസംഖ്യകൾ തരുമ്പോൾ ചെറുത് ഏതാന്ന് വലുത് ഏതാന്ന് അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിച്ച് കാണാറുണ്ട്. അംശങ്ങൾ തുല്യമായാൽ ഇവിടെ അംശം രണ്ടും തുല്യമാണ്, 8ആണ്. തുല്യമായാൽ ഛേദം വലിയ ഛേദമുള്ള സംഖ്യ ചെറുത്, വലുത് ചെറുത്, ഇങ്ങനെ ഓർത്താൽ മതി. അംശങ്ങൾ തുല്യമായാൽ വലിയ ഛേദമുള്ള സംഖ്യ ചെറുത്, വലുത് ചെറുത്, അങ്ങനെ ഓർത്താൽ മതി. ഇനി അംശങ്ങൾ തുല്യമായാൽ വേറൊരു എക്സാമ്പിൾ നോക്കാം. 4/7, 4/9 അംശങ്ങൾ തുല്യമാണ്, 4ആണ് രണ്ടും. ഇവിടെ ചെറിയ ഛേദമുള്ളത് വലിയ സംഖ്യയും വലിയ ഛേദമുള്ളത് ചെറിയ സംഖ്യ. അവിടെ വലിയ ഛേദം 9ആണ്. അപ്പോൾ 4/9 ചെറിയ സംഖ്യ, വലുത് വലിയ ഛേദം ചെറിയ സംഖ്യ, ചെറിയ ഛേദം വലിയ സംഖ്യ, അങ്ങനെ ഓർത്താൽ മതി. ഇവിടെ അംശങ്ങൾ തുല്യമായാൽ ചെറിയ ഛേദമുള്ളത് വലിയ സംഖ്യയും വലിയ ഛേദമുള്ളത് ചെറിയ സംഖ്യയും. ഉദാഹരണങ്ങൾ നോക്കാം. 7/15, 7/10. ഇതിൽ ചെറിയ ഭിന്നസംഖ്യ ഏത് അല്ലെ വലുതേത് എങ്ങനെ ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റും. ചെറുത്, അതായത് ഛേദം വലുതാണെങ്കിൽ ഭിന്നസംഖ്യ ചെറുതായിരിക്കും. അംശങ്ങൾ തുല്യമാണ്. ഇവിടെ അംശം 2 7ആണ്. ഛേദം വലുതായാൽ ആ ഭിന്നസംഖ്യ ഛേദം വലുതായിട്ടുള്ള ഭിന്നസംഖ്യ ചെറുതായിരിക്കും. അതായത് ഇതിലെ ചെറിയ സംഖ്യ ഏതാണ്? 7/15. ഛേദം വലുതാണ് ചെറിയ ഭിന്നസംഖ്യ. ഇനി ഛേദം ചെറുത് വലിയ ഭിന്നസംഖ്യ. വേറെണ്ണം 8/11, 8/15. ഇതിൽ വലിയ ഭിന്നസംഖ്യ ഏതെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഇവിടെ അംശങ്ങൾ തുല്യമാണ്. അംശങ്ങൾ തുല്യമായാൽ ചെറിയ ഛേദമുള്ളത് വലിയ ഭിന്നസംഖ്യ. ഇവിടെ ചെറിയ ഛേദം ഏതാണ്? 11. 11ഉം 15ഉം ആണ് ഇവിടുത്തെ ഛേദം. ചെറിയ ഛേദമുള്ളത് വലിയ സംഖ്യ, ചെറിയ ഛേദമുള്ളത് വലിയ സംഖ്യ. വേറെ ഒരു എക്സാമ്പിൾ നോക്കാം. 6/9, 6/15. ഇവിടെ വലിയ സംഖ്യ ഏതെന്ന് ചോദിച്ചാൽ അംശങ്ങൾ തുല്യമായാൽ, അതാ അങ്ങനെയുള്ള കേസാണ് പറയുന്നത്. ഛേദങ്ങളുടെ വിലയാണ് നോക്കണ്ടേ. ഛേദം 9, ഛേദം 15. അതായത് 6/9. ഛേദം 9 വലിയ സംഖ്യ, ഛേദം 9 വലിയ സംഖ്യ, ഇങ്ങനെ ഓർത്താൽ മതി. ഛേദം ചെറിയ ഛേദത്തിന് വലിയ സംഖ്യ. അംശങ്ങൾ തുല്യമായ ചെറിയ ഛേദത്തിന് വലിയ സംഖ്യ, ചെറുത് വലുത്. ഇനി തിരിച്ച് അംശങ്ങൾ തുല്യമായാൽ ചെറിയ സംഖ്യ ചോദിച്ചെങ്കിലോ വലിയ ഛേദം നോക്കിയാൽ മതി. ഓപ്പോസിറ്റ് ഓർത്താൽ മതി. വലിയ ഛേദം ചെറിയ സംഖ്യ, ചെറിയ ഛേദം വലിയ സംഖ്യ. ഏറ്റവും വലിയ ഭിന്ന ഏത്? ഇതൊരു PSC ക്വസ്റ്റ്യനാണ്. ഛേദമെല്ലാം ഒരുപോലായാൽ അംശത്തിലെ ഏറ്റവും വലിയ അംശമുള്ളതാണ് ഏറ്റവും വലിയ ഭിന്നം. അതായത് ഇവിടുത്തെ ഏറ്റവും വലിയ അംശം 4, 7, 11, 13. 13/15 ഏറ്റവും വലിയ. ഇതിൽ ഏറ്റവും ചെറിയ ഭിന്ന ഛേദങ്ങൾ ഒരുപോലായാൽ അംശത്തിലെ ഏറ്റവും ചെറുത് നോക്കിയാൽ മതി. ഇവിടെ 7, 2, 1, 8. ഏറ്റവും ചെറിയ അംശം ഏതാണ്? 1/10. അതാണ് ചെറിയ ഭിന്നം, ഏറ്റവും ചെറിയ അംശമുള്ളത്. ഛേദങ്ങൾ ഒരുപോലായാൽ അംശം നോക്കിയാൽ മതി. അംശം ഏറ്റവും ചെറുതുള്ളത് ഏറ്റവും ചെറിയ ഭിന്നവും അംശം ഏറ്റവും വലുതുള്ളത് ഏറ്റവും വലിയ ഭിന്നമായിരിക്കും. ഇതിൻ്റെ ദശാംശ രൂപം ചെയ്യാൻ പറഞ്ഞാൽ 3/20. താഴെ 3
100, 1000 അങ്ങനെ ആക്കി കഴിഞ്ഞാൽ പോയിന്റ് ഇടത്തോട്ട് മാറ്റി കുത്തിട്ട് വേണ്ടു. 20നെ 100 ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 20 ഗുണം 5. അപ്പം താഴെ മുകളിലും 5 ഇട്ട് ഗുണിക്കുക. 3/20ന്റെ താഴെ മുകളിലും 5 ഇട്ട് ഗുണിച്ചാൽ 15/100 വരും. അതായത് 2 സ്ഥാനം മാറ്റി കുത്തുക ഇടത്തോട്ട്. 0.15 അല്ലെങ്കിൽ 0.15. അതുപോലെ 3/40നെ നമുക്ക് എങ്ങനെ എഴുതാം? താഴെ 1000 ആക്കാം. അതായത് ഇവിടെ ഒരു 25 ഇട്ട് ഗുണിക്കുന്നു. 25 4 100 ആണല്ലോ. ഇവിടെ 25 ഇട്ട് ഗുണിക്കും. താഴെ മുകളിൽ ഒരുപോലെ ചെയ്യണം. 75/, ഇവിടെ 1000 വരും. അപ്പോൾ 3 സ്ഥാനം മാറ്റി കുത്തിടുക. 3 സ്ഥാനം ഇല്ലാത്തതുകൊണ്ട് ഒരു സ്ഥാനം 0 കൊടുത്തു. 0.075. താഴെ പറ്റും പോലെ 100, 10, 100, 1000 അങ്ങനെ ആക്കാൻ എത്ര വേണമെന്ന് മനക്കണക്കായിട്ട് ചെയ്യാൻ പറ്റും. 3, 25, 100 ആണെന്ന് നമുക്കറിയാം. താഴെ മുകളിൽ 5 ഇട്ട് ഗുണിച്ചാൽ മതി. എളുപ്പം ചെയ്യാൻ പറ്റും. ഇവിടെ 40 ആകുമ്പോൾ 25, 4, 100 ആണ്. 1000 ആക്കിയാൽ മതി. 25 ഇട്ട് താഴെ മുകളിലും ഗുണിച്ചാൽ 75/1000 എന്ന് വരും. ഛേദം അങ്ങ് 1000 ആക്കിയാൽ മതി. ഇങ്ങനെ ക്രിയ ചെയ്യാൻ വന്നാൽ നമുക്ക് ഇത് താഴെ മുകളിലുള്ള ഇത് ഇൻറ്റു ചെയ്യാനാണ്. 2 ഫ്രാക്ഷൻ താഴെ മുകളിലുള്ള വെട്ടിക്കളയാം. 2 സിംപ്ലസ്റ്റ് ഫോമില്ല. അപ്പം 3, 7. അപ്പോൾ ഇവിടെ എന്തുണ്ട്? മുകളിൽ 2 ഉണ്ട്, താഴെ 7 ഉണ്ട്. ഇതാണ് ഉത്തരം. 2/7. താഴെ മുകളിലുള്ള 3, 21 കട്ട് ചെയ്ത് 7. 7ഉം 14 കട്ട് ചെയ്ത് 2. മുകളിൽ 2 ഉണ്ട്, താഴെ ഒരു 7 ഉണ്ട്. 2/7 ആണ് ഉത്തരം. ഇവിടെ ഇങ്ങനെ വന്നാൽ 2 ഭിന്നസംഖ്യകൾ ഇൻറ്റു ചെയ്യുക. മറ്റേ ഡിവിഷൻ ആകുമ്പോൾ ആ ഡിവിഷൻ കഴിഞ്ഞിട്ടുള്ള ഫ്രാക്ഷൻ തിരിച്ചിട്ടാൽ ഗുണിച്ചാൽ മതി. 8/18. പിന്നെ ഇവിടെ ഗുണമാകണം. ഗുണം 3/15. ഇവിടെ ഹരണമുള്ളത് നേരെ തിരിച്ചിട്ടാൽ ഗുണിച്ചാൽ മതി. അതായത് 25/9. 25/9. 3 വെച്ച് കട്ട് ചെയ്യുക. താഴെ മുകളിലുള്ള 3, 9. ഇനി 5 വെച്ച് കട്ട് ചെയ്യുക. 5, 3, 15. 5, 25. ഇനി ഇത് നമുക്ക് 2 വെച്ച് കട്ട് ചെയ്യാം. 2, 4, 8. 2, 9, 18. അപ്പം മുകളിലൊരു 4 × 5 ഉണ്ട്. താഴെ ഒരു 9 × 3 × 3. അതായത് 9 × 9 ഉണ്ട്. അതായത് 20/81 ആണ് ഉത്തരം. ഓപ്ഷൻ സി ആണ് ഉത്തരം. 18 × 3/15 ഡിവൈഡഡ് ബൈ 9/25. അതായത് ആദ്യമുള്ള ഫ്രാക്ഷനുകൾ അങ്ങനെ തന്നെ എഴുതും. 8/18 ഗുണമല്ലേ? ഗുണം 3/15. പിന്നെ ഒരു ഡിവിഷൻ ആയതുകൊണ്ട് നേരെ അതിൻ്റെ വിൽക്രമം ഇട്ടിട്ട് ഗുണിച്ചാൽ മതി. നേരെ തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. ഫ്രാക്ഷൻ വരുമ്പോൾ 25/9. 3, 3, 9. 5 വെച്ചതിനെ കട്ട് ചെയ്യാം. 5, 5, 25. 5, 3, 15. ഇനി 2 വെച്ചതിനെ 2നെയും കട്ട് ചെയ്യാം. 2, 4, 8. 2, 9, 18. ഇനി മുകളിൽ എന്തൊക്കെയുണ്ട്? 4 × 5 ഉണ്ട്. താഴെ എന്തുണ്ട്? 9 × 3 × 3. അതായത് 20/81. 9/81. ഓപ്ഷൻ സി ആണ് ഉത്തരം. 20/81. 1,00,000 എത്ര 1000 ഉണ്ട്? 1,00,000 അങ്ങ് എഴുതും. 5 0. 1000 കൊണ്ടങ്ങ് ഹരിച്ചാൽ മതി. അതായത് കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഉത്തരം എത്ര വരും? 100. ഉത്തരം എത്ര വരിക? 100. 1,00,000 എത്ര 1000 ഉണ്ടെന്ന് ചോദിച്ചാൽ 1,00,000 എഴുതിയിട്ട് 1000 കൊണ്ട് ഹരിക്കുക. പിന്നെ കിട്ടുന്ന ഉത്തരമാണ് 100. 2, 3 വിൽക്രമം എത്ര? 2, 3 മാറ്റണം. 2 × 3 + 1/3. അതായത് 6, 1, 7. 6 + 1/3 7/3. 7/3 വിൽക്രമം എന്ന് പറയുന്നത് നേരെ തിരിച്ചിട്ടാൽ മതി. വിൽക്രമം അല്ലെങ്കിൽ റെസിപ്രോക്കൽ എന്ന് പറയും. അത് കാണാൻ എന്ത് ചെയ്താൽ മതി? ആ ഫ്രാക്ഷൻ നേരെ അങ്ങ് തിരിച്ചിട്ടാൽ മതി. 3/7. മിശ്രഭിന്നത്തെ വിഷഭിന്നമാക്കുക. 2 × 3. ഇത് 2 കൂടെ ഗുണിക്കുക. +1/3. അതായത് 6 + 1/3 7/3. 7/3 വിൽക്രമം 3/7. ഇവിടെ 3/5 ദശാംശ രൂപം. 3നെ 5 വെച്ച് ഹരിക്കുക. 3ൽ 5 പറ്റാത്തതുകൊണ്ട് മുകളിലൊരു പോയിന്റ് കൊടുത്തു. എന്നിട്ട് 0 കൊടുക്കാം നമുക്ക്. 6, 30. അതായത് 0.6 എന്ന് പറഞ്ഞാൽ 0.6 ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. പറ്റാത്തതിന് ഒരു മുകളിലൊരു പോയിന്റ് ഇട്ട് കൊടുക്കുക. പിന്നെ 0 ഇട്ട് കൊടുക്കുക. 6, 30. 0.6 ആണ് ഉത്തരം. 0.6. നമുക്ക് ഈ ചോദ്യം നോക്കാം. അല്ല 1ൽ നിന്ന് അര പോകെ അരയാന്ന് നമുക്കറിയാം. അതുകൊണ്ട് അങ്ങനെ എഴുതുക. ഇതിനെ നമുക്ക് 1/1 എന്ന് എടുക്കുക. ഇത് 1/1. ഇത് 1/1. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 1 - 1 × 1/3 ഗുണം ഇതും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 4 × 1 - 1 × 1. ഇതിങ്ങനെ ബൈ 1 × 4 ഇൻറ്റു ഇവിടെ അതുപോലെ 1 × 5 - 1 × 1/3.
1 ഗുണം 5. അതായത് 1 ഗുണം 3ൽ നിന്ന് 1 പോകെ ഇതങ്ങ് ക്രിയ ചെയ്താൽ മതി. 3ൽ നിന്ന് 1 പോകെ എത്ര? 2/3 ഗുണം ഇവിടെ 4ൽ നിന്ന് 1 പോകെ ഗുണിക്കാൻ നിൽക്കേണ്ട. 4ൽ നിന്ന് 1 പോകെ എത്രയാണ്? 3/4 ഗുണം ഇത് ഗുണിക്കുന്ന ഒന്നും ചെയ്യണമെന്നേ ഉള്ളൂ. 5ൽ നിന്ന് 1 പോകെ 4/5 ഗുണിക്കാനൊക്കെ വന്നാൽ ഒരുപാട് സമയം 3 2 കട്ടാകും, 3 കട്ടാകും, 4 കട്ടാകും. നമുക്ക് 1/5 കിട്ടും ഉത്തരം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇത് 1ൽ നിന്ന് അര പോകെ അരയാണെന്ന് അറിയാം. ഈ 1ന് പകരം നമ്മൾ 1 മൈനസ് 1/3 എന്നാണ്. 1ന് പകരം 1/1. ഇതിങ്ങനെയായിരുന്നു ചോദ്യം. ഇതിന് നമുക്ക് ഇവിടെ 1 ഇട്ട് കൊടുത്തു, ഇവിടെ 1/1 ഇട്ട് കൊടുത്തു, ഇവിടെ 1/. ഇതിന് ക്രോസിന് എടുക്കും. 1 × 3 മൈനസ് 1 × 1/3, 1 × 4 മൈനസ് 1 × 1/4, 1 × 4, 1 × 5 മൈനസ് 1 × 1/5. ഇനി അത് ക്രിയ ചെയ്യാം. 3ൽ നിന്ന് 1 പോകെ 2, 2/3. ഇവിടെ 4ൽ നിന്ന് 1 പോകെ 3, 3/4. ഇവിടെ 5ൽ നിന്ന് 1 പോകെ 4, 4/5. എന്നിട്ട് ഇതെല്ലാം ക്രോസ് കട്ട് ചെയ്ത് കളയാൻ പറ്റുന്ന താഴെ മുകളിലും എല്ലാം കട്ട് ചെയ്യുക. 3 3 കട്ടായി, 2 2 കട്ടായി, 4 4 കട്ടായി. മുകളിലൊരു 1 ഉണ്ട്, താഴെ ഒരു 5 ഉണ്ട്. 1/5. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇയാൾ ഹരിക്കാൻ വന്നാൽ രണ്ടാമത്തെ ഡിവിഷൻ കഴിഞ്ഞിട്ടുള്ള 2/5 ഡിവൈഡഡ് ബൈ 3/4 രണ്ടാമത്തെ ഭിന്നസംഖ്യ തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. 2/5 × 4/3 അതായത് 8/15 വരും. രണ്ടാമത്തെ എന്തുകൊണ്ടാണോ ഹരിക്കേണ്ടത് അത് തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. അതിൻ്റെ വിൽക്കാൻ പറ്റും. ഇത് ചുമ്മാ ഗുണിച്ചാൽ മതി. ഇത് കട്ട് ചെയ്യാൻ പറ്റുന്ന കട്ട് ചെയ്യുക. അതായത് മുകളിലൊരു 3 ഉണ്ട്, താഴെ 10 ഉണ്ട്. അതാണ് ഇവിടെ ഇങ്ങനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ വരുന്നത്. ഈ 5ന്റെ 4ന്റെ LCM എഴുതുക. 5ന്റെ 4ന്റെ LCM എത്രയാണെന്ന് വേറെ പൊതുഘടകങ്ങളൊന്നുമില്ല, ഒന്നല്ലാതെ. അതുകൊണ്ട് 20 വരും. ഇതിനെ നമുക്ക് ആദ്യത്തെ ഭിന്നസംഖ്യയുടെ ഛേദം എത്രയാണ്? 5. 5നെ LCM 20 ആക്കാൻ എത്ര കൊണ്ട് ഗുണിക്കണം? 4 കൊണ്ട് ഗുണിക്കണം. അതായത് ഈ ഫ്രാക്ഷനെ 4 കൊണ്ട് ഗുണിച്ച് ഛേദം അങ്ങ് 20 ആക്കുക. LCM 20 ആണ്. 20 ആക്കാൻ ഛേദത്തെ 5നെ 4 കൊണ്ട് ഗുണിക്കണം. അതായത് ഈ 5നെ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ മുകളിൽ 4 കൊണ്ട് ഗുണിക്കണം, വിലക്ക് വ്യത്യാസം വരാതിരിക്കാൻ. പ്ലസ് ഇനി ഇവിടെ 3/4 ആണ് ഈ ഫ്രാക്ഷൻ. അതായത് 4നെ 5 കൊണ്ട് ഗുണിച്ചാലാണ് LCM ആവുക. ഇവിടെ താഴെ മുകളിലും ഗുണിക്കുക. അതായത് 8/20 പ്ലസ് 15/20. അപ്പം ഛേദം ഒരുപോലെ ആയാൽ പിന്നെ നമുക്കങ്ങ് ചെയ്യുക വേണ്ടു. 23/20. 23/20 നമുക്ക് അത് വിഷമഭിന്നമാണ്. അംശം കൂടുതലും ഛേദം കുറവും വന്നാൽ വിഷമഭിന്നമാണ്. അതിനെ ഹരിച്ചെഴുതാം. 20 ഒരു തവണ ശിഷ്ടം 3. അതായത് ഹരണഫലം ഇവിടെ എഴുതുന്നു, ശിഷ്ടം 3 ഇവിടെ എത്ര കൊണ്ട് ഹരിച്ചപ്പോൾ? 20 കൊണ്ട് ഹരിച്ചപ്പോൾ. ഇതൊരു മിശ്രഭിന്നമാക്കി എഴുതി. വിഷമഭിന്നത്തെ മിശ്രഭിന്നമാക്കി എഴുതി. ഇനി ഇവിടെ നമ്മൾ ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. അതായത് 5ന്റെ 4ന്റെ LCM എന്ന് പറയുന്നത് 20 ആണ്. വേറെ കോമൺ ഫാക്ടർ ഒന്നും ഇല്ലെങ്കിൽ, പൊതുഘടകമൊന്നുമില്ല, വെറുതെ ഗുണിച്ചാൽ മതി. അതായത് ഈ സംഖ്യ ഛേദം 20 ആകണമെങ്കിൽ 4 ഇട്ട് ഗുണിക്കണം. താഴെ മുകളിൽ 4 ഇട്ട് ഗുണിക്കുക. 2 × 4/5 × 4 മൈനസ് ഇവിടെ ഛേദം 4 ആണ്. 4ന് LCM കിട്ടാൻ 20 ആണ് LCM. 4ന്റെ LCM വേറെ പൊതുഘടകങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്, ഒന്നല്ലാതെ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചുമ്മാ എന്ത് ചെയ്താൽ മതി. 4ന്റെ 5ന്റെ LCM 20, 3ന്റെ 4ന്റെ LCM 12, 2ന്റെ 3ന്റെ LCM 6. വേറെ പൊതുഘടകങ്ങളൊന്നുമില്ല, വെറുതെ ഗുണിച്ചാൽ മതി. ഇവിടെ 20 ആകാൻ വേണ്ടി 2/5 5ആണ് ഛേദത്തിൽ. 4 ഇട്ട് താഴെ മുകളിലും ഗുണിക്കുക. മൈനസ് ഇവിടെ 3/4 ആണ് ഇവിടെ ഛേദം. 4നെ 20 ആകണമെങ്കിൽ 5 ഇട്ട് താഴെ ഗുണിക്കുക, മുകളിലും ഗുണിക്കുക. അതായത് 8/20 മൈനസ് 15/20. ഇനി ഛേദം രണ്ടും ഒരുപോലെ ആയതുകൊണ്ട് നമുക്ക് അങ്ങ് ക്രിയ ചെയ്യാം. 8 മൈനസ് 15. അതായത് 2 വ്യത്യസ്ത ചിഹ്നങ്ങൾ ക്രിയ ചെയ്യാൻ വന്നാൽ ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ്. പോസിറ്റീവ് 8 മൈനസ് 15. വലിയ സംഖ്യ ചെറിയ സംഖ്യ കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം കൊടുക്കുക. അതായത് 15 8 പോകെ എത്ര? 7. വലുതിൻ്റെ ചിഹ്നം 15ന്റെ ചിഹ്നം മൈനസ് 7/20 കിട്ടും. 2 വ്യത്യസ്ത സംഖ്യകൾ ക്രിയ ചെയ്യാൻ വന്നാൽ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം ഇടുക. ഒരേ വിലയുള്ള സാധനം X എണ്ണം വാങ്ങുമ്പോൾ Y എണ്ണം വെറുതെ ലഭിച്ചാൽ കിഴിവ് ശതമാനം കാണാൻ ഒരു ഫോർമുല ഉണ്ട്. Y വെറുതെ ലഭിക്കുന്ന ഡിവൈഡഡ് ബൈ 2 കൂടെ കൂട്ടി 100%.
എക്സ് എണ്ണം വാങ്ങുമ്പോൾ വൈ എണ്ണം വെറുതെ ലഭിച്ചാൽ 20% കാണാൻ y/x+y × 100%. അതായത് ഇവിടെ 19 പേന വാങ്ങിയപ്പോൾ ഒരു പേന വെറുതെ കിട്ടി. അതായത് 1 ഡിവൈഡഡ് ബൈ 19 + 1 × 100%. അതായത് 1/20 × 100 അത്രയും ശതമാനമാണ്. 5% കിട്ടും. ശരിയാണ്. അത്രയും ഫോർമുല ഓർത്തിരിക്കും. ഒരേ വിലയുള്ള സാധനം എക്സ് എണ്ണം വാങ്ങുമ്പോൾ വൈ എണ്ണം വെറുതെ ലഭിക്കുന്നുവെങ്കിൽ കിട്ടുന്ന കിഴിവ് ശതമാനം എത്രയാണെന്ന് ചോദിച്ചാൽ കിഴിവ് ശതമാനം കാണാൻ വെറുതെ കിട്ടുന്ന ഡിവൈഡഡ് ബൈ രണ്ടും കൂടെ കൂട്ടുക. y/x+y × 100%. ഇവിടെ നമുക്ക് വെറുതെ കിട്ടുന്നത് 1 ഡിവൈഡഡ് ബൈ അത് രണ്ടും കൂടെ കൂട്ടുക. ആകെ പേനകളുടെ എണ്ണം വെറുതെ കിട്ടുന്നുണ്ട്. രണ്ടും കൂടെ കൂട്ടുക. y/x+y × 100%. അതായത് 5% കിട്ടി. ഫോർമുല പഠിച്ചിരുന്നാൽ മതി. എക്സ് എണ്ണം വാങ്ങുമ്പോൾ വൈ വെറുതെ കിട്ടുന്നു. അതിനാൽ y/x+y × 100% കിഴിവ് ശതമാനം എന്ന് പറഞ്ഞിരുന്നത് എപ്പോഴും കാണുന്ന ചോദ്യമാണ്. എന്നോടല്ല ചോദ്യം കാണാം. ഇതിനെ 2 തവണ ആകുമ്പോൾ സ്ക്വയർ +2 × ആദ്യത്തേത് ഗുണം രണ്ടാമത്തെ സംഖ്യ പ്ലസ് ഇത് 2 തവണ a² + 2ab + b² എന്ന് പറയുന്നത് a+b² ആണ്. a+b² എക്സ്പാൻഷൻ a² + 2ab + b². അതായത് a+b² 7.85 + 2.15 a+b² രണ്ടും കൂടെ കൂട്ടുമ്പോൾ 10 വരും. 10ന്റെ സ്ക്വയർ 10.00 എന്ന് പറഞ്ഞാൽ 10ന്റെ സ്ക്വയർ. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇത് നമുക്ക് ഈ ഫോർമുല അറിയാമെങ്കിൽ ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. a² + 2ab + b². ഇത് 2 തവണ അപ്പോൾ സ്ക്വയർ +2 × ആദ്യത്തെ സംഖ്യേൻ്റെ രണ്ടാമത്തെ സംഖ്യ പ്ലസ് രണ്ടാമത്തെ സംഖ്യ 2 തവണ അതായത് സ്ക്വയർ a² + 2ab + b² a+b² രണ്ടും കൂടെ കൂട്ടുമ്പോൾ 10.00 10ന്റെ സ്ക്വയർ. അതാണ് ഉത്തരം. കൃത്യങ്ക നിയമങ്ങൾ വെച്ചിട്ട് ചെയ്യേണ്ട കണക്കാണ്. a⁻m × a⁻n എന്ന് പറഞ്ഞാൽ a⁻m + n. a⁻m/a⁻n എന്ന് പറഞ്ഞാൽ a⁻m - n. a⁻m the whole raised to n എന്ന് പറഞ്ഞാൽ a⁻m × n. ഇവിടെ നമുക്ക് ഇതിനെ അങ്ങ് 2�8 എല്ലാത്തിനെയും 2ന്റെ പവർ ആക്കാം. 4നെ 2² the whole raised to 4 / 2⁻10 സമം 2�8 × a⁻m the whole raised to n എന്ന് പറഞ്ഞാൽ a⁻m × n. കൃത്യങ്ക നിയമം ലോസ് ഓഫ് ഇൻഡിസസ്. അതായത് 2⁻2 × 4 / 2⁻10 അതായത് 2⁸ ഗുണം 2⁸ / 2⁻10. ഇവിടെ a⁻m × a⁻n അതായത് a⁻m + n ബേസ് തുല്യമായാൽ അങ്ങനെ ചെയ്യാം. ഇവിടെ രണ്ടിടം 2 അല്ലേ. 2⁻16 8 8 16 / 2⁻10 a⁻m / a⁻n എന്ന് പറയുന്നത് a⁻m - n അതായത് 2⁻16 - 10 2⁻6 വരും. 2⁻6 എന്ന് പറഞ്ഞാൽ ഇവിടെ 64 വരിക. 2³ × 2³ 8 8 64. ഒരിക്കൽ കൂടി പറയാം. ഇതിനെ നമ്മൾ 4നെ അങ്ങ് 2ന്റെ പവർ ആക്കി ഇടുന്നെല്ലാം 2 ആക്കുക. ബാക്കിയെല്ലാം 2 അല്ലേ. 2² the whole raised to 4 അതായത് 2⁸ × 2⁸ / 2⁻10 a⁻m × a⁻n a⁻m + n 2⁸ × 2⁸ 2⁸ + 8 എന്ന് എഴുതാം. 2⁻16 / 2⁻10 2⁻16 - 10 that is 2⁻6 അതായത് 64. ഇവിടെ അതുപോലെ a⁻m the whole raised to n അതായത് a⁻m × n 2 × -3 ഡിവൈഡഡ് ബൈ 5⁻³ - 3 × 2. ഇതൊക്കെ ചോദിച്ച ചോദ്യങ്ങളാണ്. 5⁻² ഒരെണ്ണം നെഗറ്റീവ് ആയാൽ പ്രോഡക്റ്റ് നെഗറ്റീവ് 2 × -3 - 6 ഡിവൈഡഡ് ബൈ 5⁻³ - 6. അത് സെയിം ആയതുകൊണ്ട് ഉത്തരം 1 വരും. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ വന്നാൽ നമുക്ക് ഇത് താഴെ മുകളിലുള്ള ഇത് ഇൻറ്റു ചെയ്യാനാണ്. 2 ഫ്രാക്ഷൻ താഴെ മുകളിലുള്ള വെട്ടിക്കളയാം. 2 സിംപ്ലസ്റ്റ് ഫോമില. അപ്പം 3 7. അപ്പോൾ ഇവിടെ എന്തുണ്ട്? മുകളിൽ 2 ഉണ്ട്, താഴെ 7 ഉണ്ട്. ഇതാണ് ഉത്തരം. 2/7. താഴെ മുകളിലുള്ള 3 21 കട്ട് ചെയ്ത് 7 7ഉം 14 കട്ട് ചെയ്ത് 2 മുകളിൽ 2 ഉണ്ട്, താഴെ 7 ഉണ്ട്. 2/7 ആണ് ഉത്തരം. ഇവിടെ ഇങ്ങനെ വന്നാൽ 2 ഭിന്നസംഖ്യകൾ ഇൻറ്റു ചെയ്യാൻ മറ്റേ ഡിവിഷൻ ആകുമ്പോൾ ആ ഡിവിഷൻ കഴിഞ്ഞിട്ടുള്ള ഫ്രാക്ഷൻ തിരിച്ചിട്ടാൽ ഗുണിച്ചാൽ മതി. 8/18 പിന്നെ ഇവിടെ ഗുണമാണ്. ഗുണം 3/15 ഇവിടെ ഹരണമുള്ളത് നേരെ തിരിച്ചിട്ടാൽ ഗുണിച്ചാൽ മതി. അതായത് 25/9 25/9 3 വെച്ച് കട്ട് ചെയ്യുക. താഴെ മുകളിലുള്ള 3 3 9
ഇനി 5 വെച്ച് കട്ട് ചെയ്യാം. 5 3 15 5 25. ഇനി ഇത് നമുക്ക് 2 വെച്ച് കട്ട് ചെയ്യാം. 2 4 8 2 9 18. അപ്പം മുകളിലൊരു 4 × 5 ഉണ്ട്, താഴെ ഒരു 9 × 3 × 3, അതായത് 9 × 9 ഉണ്ട്. അതായത് 20/81 ഉത്തരം. ഓപ്ഷൻ സി ആണ് ഉത്തരം. 18 × 3/15 ഡിവൈഡഡ് ബൈ 9/25. അതായത് ആദ്യമുള്ള ഫ്രാക്ഷനുകൾ അങ്ങനെ തന്നെ എഴുതും. 8/18 ഗുണമല്ലേ, ഗുണം 3/15. പിന്നെ ഒരു ഡിവിഷൻ ആയതുകൊണ്ട് നേരെ അതിൻ്റെ വ്യുൽക്രമം ഇട്ടിട്ട് ഗുണിച്ചാൽ മതി, നേരെ തിരിച്ചിട്ടും ഗുണിച്ചാൽ മതി. ഫ്രാക്ഷൻ വരുമ്പോൾ 25/9 3 3 9. 5 വെച്ചതിനെ കട്ട് ചെയ്യാം. 5 5 25 5 3 15. ഇനി 2 വെച്ചതിനെ 2നെയും കട്ട് ചെയ്യാം. 2 4 8 2 9 18. ഇനി മുകളിൽ എന്തൊക്കെയുണ്ട്? 4 × 5 ഉണ്ട്, താഴെ എന്തുണ്ട്? 9 × 3 × 3, അതായത് 20/81. 9 81. ഓപ്ഷൻ സി ആണ് ഉത്തരം. 20/81. 1 ലക്ഷത്തിൽ എത്ര 1000 ഉണ്ട്? 1 ലക്ഷം അങ്ങ് എഴുതും. 5 0 1000 കൊണ്ടങ്ങ് ഹരിച്ചാൽ മതി, അതായത് കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഉത്തരം എത്ര വരും? 100. ഉത്തരം എത്ര വരിക? 100. 1 ലക്ഷത്തിൽ എത്ര 1000 ഉണ്ടെന്ന് ചോദിച്ചാൽ 1 ലക്ഷം എഴുതിയിട്ട് 1000 കൊണ്ട് ഹരിക്കുക, പിന്നെ കിട്ടുന്ന ഉത്തരമാണ് 100. 2 3 വ്യുൽക്രമം എത്ര? 2 3 മാറ്റണം. 2 × 3 + 1/3, അതായത് 6 1 7. 6 + 1/3 = 7/3. 7/3 വ്യുൽക്രമം എന്ന് പറയുന്നത് നേരെ തിരിച്ചിട്ടാൽ മതി. വ്യുൽക്രമം അല്ലെങ്കിൽ റെസിപ്രോക്കൽ എന്ന് പറയും. അത് കാണാൻ എന്ത് ചെയ്താൽ മതി? ആ ഫ്രാക്ഷൻ നേരെ അങ്ങ് തിരിച്ചിട്ടാൽ മതി. 3/7. മിശ്രഭിന്നത്തെ വിഷഭിന്നമാക്കുക. 2 × 3 ഇത് 2 കൂടെ ഗുണിക്കുക, +1/3, അതായത് 6 + 1/3 7/3. 7/3 വ്യുൽക്രമം 3/7. സാധനം 20% ലാഭത്തിൽ 360 രൂപയ്ക്ക് വിറ്റ വില എന്ന് പറയുന്നത് 360 രൂപയാണ്. ലാഭം 20%. 20%, അതായത് കോസ്റ്റ് പ്രൈസ് പ്ലസ് കോസ്റ്റ് പ്രൈസിൻ്റെ 20%, വാങ്ങിയ വിലയുടെ 20% കൂടെ കൂട്ടുന്നതാണ് സെല്ലിംഗ് പ്രൈസ്. രണ്ടിടത്തും കോസ്റ്റ് പ്രൈസ് ഉണ്ടായതുകൊണ്ട് ഇതിനെ 20% എന്ന് പറയുന്നത് 20/100 സെല്ലിംഗ് പ്രൈസ്. അതായത് കോസ്റ്റ് പ്രൈസ് ഇൻറ്റു ഇത് 1/1, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 100 + 20/100, അതായത് 120/100 എന്ന് കിട്ടുന്നത് സമം സെല്ലിംഗ് പ്രൈസ് എത്ര തന്നിട്ടുണ്ട്? 360. അപ്പോൾ കോസ്റ്റ് പ്രൈസ് കാണാൻ ഈ 360നെ 120/100 വെച്ച് ഹരിക്കുക, അതായത് തിരിച്ചിട്ട് ഗുണിക്കുക. 360 × 100/120 30 കിട്ടിപ്പോൾ 300 കിട്ടും ഉത്തരം. 300. ഓപ്ഷൻ സി 300 ഉണ്ടായിരുന്നത്. കോസ്റ്റ് പ്രൈസും കോസ്റ്റ് പ്രൈസിൻ്റെ 20% കൂടെ കൂടിയതാണ് സെല്ലിംഗ് പ്രൈസ്, വിറ്റയില്ല. അതായത് കോസ്റ്റ് പ്രൈസ് ഇവിടെ 2 ഇടം ഉണ്ടായതുകൊണ്ട് നമ്മൾ കോസ്റ്റ് പ്രൈസിന് വെളിയിലെടുക്കുന്നു. ഇൻറ്റു 1 + 20/100 സെല്ലിംഗ് പ്രൈസ്. അത് മനക്കണക്കായിട്ട് ചെയ്യാം. കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 1 + 20% എന്ന് പറഞ്ഞാൽ 120/100, അതായത് 120/100. ഇത് ക്രോസിന് എടുക്കുന്നു ഇങ്ങനെ 1/1 1 × 100 1 × 20 120/100. അതായത് അത് സെല്ലിംഗ് പ്രൈസ് വന്നിട്ടുണ്ട് 360. കോസ്റ്റ് പ്രൈസ് സമം കൂടെ കിടക്കുന്ന 120/100 വെച്ച് ഹരിക്കുക, അതായത് തിരിച്ചിട്ട് ഗുണിക്കുക. 360 × 100/120 300 കിട്ടും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ നല്ലതുപോലെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കിട്ടാവുന്നത്ര പരമാവധി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. പ്രാക്ടീസ് എത്രയുണ്ടോ അതിനനുസരിച്ച് നമുക്ക് എല്ലാ ചോദ്യങ്ങളും നല്ലതുപോലെ ചെയ്യാൻ സാധിക്കും. നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ വീഡിയോ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.